പ്രായം ഏറുന്തോറും സൗന്ദര്യം വർദ്ധിക്കുന്ന ജീവി എന്ന മമ്മൂട്ടിക്ക് പേരിട്ട അശ്വമേധം ഫെയിം GS പ്രദീപ് വീണ്ടും തൻ്റെ പരിപാടിയുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ എന്ന സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും എത്തുന്നു. ഇടയ്ക്ക് ഒന്ന് ഇടറിപ്പോയെങ്കിലും ആ തളർച്ചയിൽ നിന്നും ഒരു അശ്വമേധം പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന GS പ്രദീപ് തൻ്റെ വാക്കുകൾ വിശദീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അശ്വമേധം കളിക്കുമ്പോഴൊക്കെ ഏത് പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ് ഈ ആളിനെ കുറിച്ച് പഠിച്ചത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. മറ്റ് ഭാഷകളിൽ നിന്നോ മറ്റ് നാടുകളിൽ നിന്നോ ഒക്കെ വ്യത്യസ്തമായി ലോകത്തിന്റെ മുമ്പിൽ മലയാളിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം എങ്കിലും അതിരാവിലെ പത്രം വായിക്കാതെ ഒരു മലയാളി കുടുംബത്തിലും പ്രഭാതം ഉണ്ടാകാറില്ല, ഒരു ദിവസം ആരംഭിക്കാറില്ല. അപ്പോ 4 വയസ്സ് 5 വയസ്സിൽ കുട്ടി വായിച്ച കാലം മുതൽ അച്ഛനും അമ്മയും പത്രം വായിക്കുക എന്ന നിർബന്ധം ഉണ്ടാക്കുകയും 2-3 പത്രങ്ങൾ മലയാളം വലിയ വായിക്കുകയും ചെയ്തതിനേക്കാൾ കൂടുതലായി ലോകത്തിലെ ഒരു പുസ്തകവും വർത്തമാന പത്രങ്ങൾക്ക് നൽകാൻ കഴിയുന്നതിന്റെ 100-ൽ 1 അംശം അറിവ് പോലും മനുഷ്യന് സമ്മാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പല വിവരങ്ങളും നമ്മളിപ്പോ ആധുനിക ലോകത്തിൽ, വിർച്വൽ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. നമ്മുടെ പത്രങ്ങളിലെ വന്നിട്ടുള്ള പല ഇൻഫോർമേഷനും പല വാർത്തകളും അതിനുശേഷം ആ പത്ര കട്ടിങ്ങുകളുടെയോ ആ പത്രലേഖകന്റെ അന്വേഷണ ത്വരയുടെയോ റിസൾട്ട് കൊണ്ട് മാത്രം ഗൂഗിൾ അടക്കം വിക്കിപീഡിയ അടക്കമുള്ള സൈറ്റുകളിലേക്ക് ബന്ധപ്പെട്ട സംഗതികളുണ്ട്. അയ്യപ്പൻ ഗോപാലൻ എന്ന ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ അയ്യപ്പൻ ഗോപാലനെ കുറിച്ച് ഒരു വാർത്ത വന്നതിന് ശേഷം, കഴിഞ്ഞ 7 വർഷങ്ങൾക്ക് ഒരു വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ പറയുന്ന വിർച്വൽ മീഡിയകളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വിക്കിപീഡിയയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അതുകൊണ്ട് പത്രങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട് ഒരു നാടിന്റെ വൈജ്ഞാനിക ചരിത്രത്തിൽ. നിർണായകമായ സ്വാധീനമുണ്ടെന്നല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ അക്കാദമികമായ അറിവിനപ്പുറം ഒരു നാട് വിജ്ഞാന സമൂഹമാക്കുന്നത് ആ നാട്ടിലെ പത്രമാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു അറിവോ ഓർമ്മയോ ഉണ്ടെങ്കിൽ അതിന് സമ്പൂർണമായും ഞാൻ കമ്മിറ്റഡും കടപ്പെട്ടുമായിരിക്കുന്നത് ഞാൻ അടക്കമുള്ള ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന പത്രമാധ്യമങ്ങൾക്കാണ് എന്ന് ആദ്യമേ പറഞ്ഞിരുന്നത്. 2 അശ്വമേധം ആരംഭിച്ചത് 2001-ലാണ്. അശ്വമേധത്തിന്റെ 25-ാം വർഷം എന്നതിലുപരി ഇത് റിവേഴ്സ് ക്വിസ് എന്ന സങ്കല്പത്തിന്റെ, വിപരീത സമസ്യ എന്ന സങ്കല്പത്തിന്റെ 25-ാം വർഷമാണ്. മലയാളത്തിൽ കൈരളിയിലൂടെ അശ്വമേധം 5000-ൽ പരം എപ്പിസോഡുകൾ വിവിധ സീസണുകളിലായി അവതരിപ്പിച്ചു. ആ സാഹചര്യത്തിലാണ് സ്റ്റാർ TV, വിജയ് TV, തമിഴിലെ സ്റ്റാർ TVയുടെ പ്ലാറ്റ്ഫോമിലേക്ക് 3 വർഷക്കാലം അശ്വമേധം തമിഴിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അന്ന് ആകസ്മികമായി മദ്രാസിൽ വന്ന ശ്രീലങ്കക്കാരൻ അദ്ദേഹം ഇത് വളരെ പ്രഗത്ഭനായ ഒരാൾ ഇത് കാണുകയും ഹോട്ടലിൽ വെച്ച് തമിഴ് ചാനലിൽ ഇത് കാണുകയും കണ്ടപ്പോഴാണ് 8 വർഷക്കാലം തുടർന്ന് രാജാ മഹീന്ദ്ര എന്ന തിരിച്ചുപോയ ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആയ രാജാ മഹീന്ദ്രയുടെ MTV കോർപ്പറേഷനിൽ സിരസ, ശക്തി, MCV എന്ന് പറയുന്ന 3 ചാനലുകൾ. അവിടെ ഒന്ന് യുദ്ധകാലമാണ്. അവിടെ ശ്രീലങ്കയിൽ അശ്വമേധം അവതരിപ്പിക്കാൻ ഞാൻ ബാബുവിനോടൊപ്പം പോകുമ്പോൾ അന്ന് യുദ്ധകാലമാണ്. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പോകുമ്പോൾ ഓരോ 100 മീറ്ററിലും അടിവസ്ത്രം വരെ അയച്ച് പരിശോധിക്കുന്ന പട്ടാളക്കാരാണ്. പോലീസില്ല, ശ്രീലങ്കയിൽ പട്ടാളമാണ്. ശ്രീലങ്കയിലുള്ള പ്രധാനം ജീവിച്ചിരിക്കുന്ന കാലമാണ്. അത് 8 വർഷക്കാലം, അതായത് യുദ്ധത്തിന് മുൻപുള്ള 3 വർഷവും അതിനുശേഷമുള്ള 5 വർഷവും എന്നിങ്ങനെ 8 വർഷക്കാലം ശ്രീലങ്കയിൽ അവതരിപ്പിച്ചു. ശ്രീ ജഗ്മോഹൻ റെഡ്ഡിയുടെ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗ്മോഹൻ റെഡ്ഡിയുടെ വളരെ ആകസ്മികമായ ഒരു കാഴ്ചയിലോ ആരോ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സാക്ഷി TVയിൽ തെലുങ്കിലാണ് 300ഓളം എപ്പിസോഡുകൾ, അത് തെലുങ്ക് പഠിച്ച തെലുങ്കിലാണ് അവതരിപ്പിച്ചത്. അതിന്റെ എല്ലാം ഭാഗമായി തന്നെ UK-യിലും ഓസ്ട്രേലിയയിലും USA-യിലും സ്വാഭാവികമായും മിഡിൽ ഈസ്റ്റിൽ പലതവണയും തുറന്ന വേദികളിൽ ലൈവായി അശ്വമേധം ഷോ അവതരിപ്പിക്കാൻ കഴിയും. ഈ ദിവസത്തിന് 17-ാം തീയതിയുള്ള സംഗതികൾ പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരാൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടോ അത് അയാളൊരു ടെലിവിഷൻ പ്രോഗ്രാമായി അവതരിപ്പിക്കുന്നത് കൊണ്ടോ നാടിന് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന അഭിപ്രായം നിങ്ങളെപ്പോലെ എനിക്കുമില്ല. അതുകൊണ്ട് തന്നെ അശ്വമേധം എന്ന വൈജ്ഞാനിക പ്രവൃത്തി അല്ലെങ്കിൽ വിപരീത സമസ്യ കുറച്ചൊക്കെ അറിവ് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലായി നമ്മുടെ വളരെ യുണീക്കായ ഒരു പ്രതിഭ അടയാളപ്പെടുത്തുന്നത് വായിക്കുന്നു. അതിൽ എന്റർടൈൻമെന്റ് വാല്യൂവിൽ, ഇൻഫർടൈൻമെന്റ് വാല്യൂവിൽ അങ്ങനെയാണ്. പക്ഷെ അതിലുപരി അതിന്റെ ഒരു സാമൂഹ്യ ധർമ്മം കുറച്ചുകൂടി നിർവഹിക്കേണ്ടതുണ്ട് അറിവിന് എന്ന് കരുതുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ നമ്മുടെ വർത്തമാനകാലത്തിലെ ജനറേഷന് ഇൻഫർമേഷനെ ഇന്ന് നമ്മുടെ കുട്ടികൾ ഇൻഫർമേഷനിൽ നിന്നൊക്കെ അകന്നു പോകാൻ കാരണം അത് പലപ്പോഴും ട്രൈ ആകുമ്പോഴാണ്. പരത്തു പോയ അറിവുകൾ നമുക്ക് ആർക്കും കേട്ടിരിക്കാൻ താല്പര്യമില്ല. നമ്മളത്ര പോയി ബുദ്ധിമുട്ടി നമ്മുടെ വൈകുന്നേരങ്ങളിൽ സിനിമാ തിയേറ്ററിൽ പോയി നമ്മളൊരു ഡാർക്ക് സിനിമ അധികം പേർ കാണാത്തതിന്റെ കാരണം നമ്മുടെ ഈ സമയമില്ലാത്ത സമയത്ത് ദുരൂഹമായതൊക്കെ കണ്ട് ബുദ്ധിമുട്ടാൻ പ്രയാസമുള്ളതുകൊണ്ട്. എന്നാൽ അറിവിന് മറ്റേത് കലയേക്കാൾ കൂടുതൽ ഇൻഫർടൈൻമെന്റ് ആളുകൾ ആസ്വദിപ്പിക്കാൻ കഴിയും വ്യത്യസ്തങ്ങളായ അറിവുകൾ. ആ അറിവുകൾ നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായ തലമുറകളുടെ മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഇൻഫർടൈൻമെന്റ് മാധ്യമം ആരംഭിക്കുകയാണ്. നവമാധ്യമ സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റയുടെയും എക്സിന്റെയും സഹായത്തോടു കൂടി അല്ലെങ്കിൽ ആ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു നവമാധ്യമ ചാനലിന്റെ ലോഞ്ചിങ് ആണ്. അശ്വമേധത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിനുള്ള എന്റെ ഉത്തരം എന്തെനിക്കറിയാമോ അതെല്ലാം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ 30-ഓളം യുവാക്കൾ, എല്ലാം 30 വയസ്സിനൊക്കെ താഴെയുള്ള യുവാക്കളുടെ കൂട്ടായ്മയോടുകൂടി ഒരു പുതിയ നവമാധ്യമ ചാനലിന്റെ നേതൃത്വത്തിൽ നിന്ന് ആരംഭിക്കുന്നു. നമ്മൾ എന്നാണ് അതിന്റെ പേര്. ഈ ഞാൻ നീ എന്നത് മാത്രമായി നമ്മൾ ചുരുങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്നത് കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നതുകൊണ്ടാണ് നമ്മൾ എന്ന പേരുള്ളത്. അതിന്റെ ലോഞ്ചിങ് ശ്രീ ബേസിൽ ജോസഫാണ് അന്ന് നിർവഹിക്കുന്നത്. സൂര്യനാരായണൻ ആണ് അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. 10-30ഓളം യുവാക്കൾ അതിനോടൊപ്പം ചേരുന്നുണ്ട്. ബേസിലിന്റെ പ്രത്യേകത, ബേസിൽ ഈ അശ്വമേധം സ്റ്റുഡിയോയിൽ 500 എപ്പിസോഡുകളുടെ സ്റ്റുഡിയോ പരിമിതികൾ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന വേദിയിൽ നടത്തി. കാസർഗോഡ്, തലശ്ശേരിയിലും ഒക്കെ രാത്രിജാതിലെ കലാപരിധിയിൽ ആളുകൾ വന്നു. 3 ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള ഷോ, 2 മണിക്ക് ഷോ അല്ല. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഞ്ചേരി എല്ലാം കഴിഞ്ഞിട്ട് വയനാട് സുൽത്താൻ ബത്തേരിയിലെ ടൗൺ ഹാളിൽ അശ്വമേധം, നിങ്ങൾ ചിലരൊക്കെ ആ വീഡിയോയൊക്കെ കണ്ടു കാണുമ്പോൾ പണ്ട് ഇടയ്ക്കൊക്കെ വന്നിരുന്ന വയറലായിരുന്നു. നടത്തുമ്പോ 8ാം ക്ലാസ്സിലോ മറ്റോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാലൻ, 10-12 വയസ്സുള്ള ഒരു ബാലൻ അതിന് പങ്കെടുക്കുന്നുണ്ട് സ്റ്റേജിൽ. ഇപ്പൊ ഞാൻ ആൾക്കൂട്ടത്തിന്റെ പേരിലാണ് കളിക്കുന്നത്. ഏഷ്യനാണോ ഇന്ത്യനാണോ എനിക്ക് പാടില്ലാത്ത ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ കഴിയും. അപ്പൊ അയാൾ അങ്ങനെ കളിച്ചിട്ട് കണ്ടുപിടിച്ചു. അയാൾ വിചാരിച്ചു ഉദയശങ്കരനെയാണ് കണ്ടുപിടിച്ചു. അതിന്റെ കയ്യിൽ പോയി. അത് നമ്മൾ അറിയരുതില്ല. ഈ കേരളം പിന്നീട് ശ്രദ്ധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ചലച്ചിത്ര പ്രതിഭയുടെ താരരശ്മിയാണ് അവിടെ കേൾക്കുന്നത്. അത് ബേസിലിന്റെ എപ്പിസോഡ് ഉണ്ടോ എന്ന് പിന്നീട് ബേസിലുമായി ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങള് കൈരളിയിൽ ഇത്രയും എപ്പിസോഡില്ല, 1000-കണക്കിന് എപ്പിസോഡുകൾ ഉള്ളതുകൊണ്ട് പഴയ കാലത്ത് ഡിജിറ്റലൊന്നും അല്ല, അത് റിവാലിറ്റി ക്യാമറയൊക്കെ ആണല്ലോ. ആ ടേപ്പൊക്കെ കണ്ടുപിടിച്ചെടുക്കുകയായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസിൽ അദ്ദേഹത്തിന്റെ ഒരു നൊസ്റ്റാൾജിയ, അദ്ദേഹം ബേസിൽ ജോസഫ് ആകുന്നതിന് മുമ്പിലുള്ള കുട്ടിക്കാലത്ത് പങ്കെടുത്ത അശ്വമേധത്തിന്റെ നൊസ്റ്റാൾജിയ ഇരുന്ന് അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ആളാകുമ്പോൾ അതിന്റെ 25ാം വർഷത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ആ ഒരു നൊസ്റ്റാൾജിക്കായ സന്തോഷം. ബാലൻ ഇന്ന് ഈ വർത്തമാനകാലത്തിൽ കേരളം ഏറ്റവും ചർച്ച ചെയ്യുന്ന സിനിമയാണ് ബാലൻ. ബാലന്റെ ശില്പിയായ ചിദംബരത്തോടൊപ്പം ബാലനിലെ ഈ ഉള്ളിൽ വയ്ക്കുന്ന അമ്മയുണ്ടല്ലോ, മക്കളെ ആർക്കും സ്നേഹം, കുഞ്ഞിന്റെ സ്നേഹം പങ്കുവയ്ക്കാൻ അനുവദിക്കാതെ ചേർത്ത് നിർത്തുന്ന അമ്മയെ അഭിനയിച്ച ഫർസാന ഈ 25ാം വാർഷികത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അശ്വമേധമൊക്കെ കളിക്കുന്നുണ്ട് ഇവരെല്ലാവരും പ്രോഗ്രാമിൽ. ഹരിശങ്കർ പാട്ട് പാടുന്നുണ്ട്, ഹരിശങ്കറിന്റെ സംഗീതം വരുന്നുണ്ട്. റോണി റാഫേൽ മദ്രാസിലാണ് ഇപ്പോൾ കൂടുതലായി പ്രവർത്തിക്കുന്നതെങ്കിലും 2001 അശ്വമേധം ആരംഭിച്ചപ്പോൾ അതിന്റെ പശ്ചാത്തല സംഗീതം അല്ലെങ്കിൽ മലയാളിക്ക് വളരെ പരിചിതമായ അതിന്റെ തീം മ്യൂസിക് അത് ചെയ്തത് അന്ന് 19-20 വയസ്സേ ഉള്ള റോണി റാഫേൽ ആയിരുന്നു അശ്വമേധത്തിന്റെ ആ തീം മ്യൂസിക് ഡിസൈൻ ചെയ്തത്. റോണിയുടെ പ്രോഗ്രാംസ് ഉണ്ട്. അശ്വമേധം 100 എപ്പിസോഡുകൾ പൂർത്തിയാക്കി വേദിയില് കോഴിക്കോട് ടാഗോർ തിയേറ്ററിൽ 100ാം എപ്പിസോഡിന്റെ മറ്റു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ ആരംഭിച്ചത് ശ്രീ കല്ലറഗോപൻ വയനാട്ടിലെ അശ്വമേധം എന്ന കവിത എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കല്ലറഗോപന്റെ കവിതയും നാടകഗാനങ്ങളുമുണ്ട്. ഭരതകല ഒരുക്കുന്ന നൃത്തങ്ങളുണ്ട്. പിന്നെ സ്വാഭാവികമായും കലാഭവനിലെ കുറച്ച് ചെറുപ്പക്കാരുടെ കലാകാരന്മാരുടെ പ്രതിഭകളാണ് അവരുടെ പരിപാടികളുണ്ട്. ബിജിപാൽ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് ഗാനം ആലപിക്കാനും ഒക്കെ എത്തുന്നുണ്ട്. പിന്നെ സർപ്രൈസായി ഒരുപാട് ആളുകൾ ആ വേദിയിൽ അശ്വമേധം കളിക്കാനും പ്രോഗ്രാം ചെയ്യാനും ഒക്കെ എത്തുകയും ചെയ്യും. ഒപ്പം തുറന്ന വേദി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓഡിയൻസിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്തിന്റെ പരിമിതി നോക്കിയിട്ട് അവസരം ഉണ്ടാകും. ഔദ്യോഗികമായ ചടങ്ങൊക്കെ 4 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുകയും അത് കഴിഞ്ഞാൽ നേരിട്ട് ആ ഇവന്റിലേക്ക് കടക്കുകയും ചെയ്യും. രാജ്മോഹൻ സാറ് പറഞ്ഞതുപോലെ ക്ലാസ് ഒരു നിയന്ത്രണത്തിലാണ് ഒരു യുദ്ധം പ്രഖ്യാപിച്ചാണ് പിന്നെ 14 വർഷം കൊണ്ട് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യമൊക്കെ തിരിച്ചെത്തി കഴിഞ്ഞ ഒരു സമയമാണ്. ഈ ഉയർച്ച താഴ്ചകൾക്കിടയിൽ എല്ലാം മുടങ്ങാതെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് പത്രം വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക എന്നൊക്കെയുള്ള. അപ്പൊ അതുകൊണ്ട് ഈ അറിവിനോടും വായനയോടുമുള്ള നമ്മുടെ സമൂഹത്തിന്റെ ആഭിമുഖ്യം കൂട്ടാൻ
ഇപ്പോഴുള്ള മരവിപ്പോ മാറ്റുവാനുള്ള വലിയ ശ്രമമാണ് നിങ്ങളുടെ വിട്ടതുണ്ടെങ്കിൽ മാത്രം സാമ്പത്തികത്തിലും യാഥാർത്ഥ്യത്തിലും എത്തിക്കാൻ കഴിയുന്ന ആ പ്രോഗ്രാം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഇതൊരു ചാനലിന്റെ മാത്രം പരിപാടിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു റിവേഴ്സ് ആണ്. അതിന്റെ 25 വർഷമാണ്. മലയാളത്തിലൊരു കൈരളിയാണ്. ഏഷ്യാനെറ്റിന്റെ പ്ലാറ്റ്ഫോമായ സ്റ്റാർ TV ആണ് തമിഴിൽ ചെയ്തത്. തെലുങ്കിലത് സാക്ഷി TV ആണ്. ശ്രീലങ്കയിലാകട്ടെ MTV ആണ് ചെയ്തത്. മിഡിൽ ഈസ്റ്റിൽ മൂൺ TV എന്നുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. വിദേശത്ത് അങ്ങനെയുള്ള മറ്റു ചാനലുകളാണ്. എങ്കിൽ പോലും മലയാളത്തിൽ തുടങ്ങിയത് കൈരളിയാണ്. പക്ഷെ ഈ പ്രോഗ്രാമിന് ആശംസ പറഞ്ഞുകൊണ്ട് മോർണിംഗ് ഷോയില് 3 മിനിറ്റോളം സംസാരിച്ചിട്ട് ആ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്ന ആദ്യത്തെ ആളിന്റെ പേര് ആശ്രയിക്കുന്നതായിരുന്നു. വളരെയധികം അത്ഭുതവും ആഹ്ലാദവും തോന്നി. നമ്മുടെ മാധ്യമലോകവും കേരളത്തിലെ മാധ്യമ രംഗത്തെ കണ്ട് മറ്റുള്ളവർ മാതൃകയാക്കണം. ഒട്ടും പോലും സെൽഫിസ്റ്റിക്കലി അല്ലെങ്കിൽ എന്താ പറയാ ആത്മനിഷ്ഠപരമായ ചിന്തയല്ല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രക്രിയയിലൂടെ മനസ്സിലായത്. അപ്പൊ അത് അറിവിനോടുള്ള ഒരു ഇഷ്ടമാണ് എല്ലാവരെയും പ്രകടിപ്പിച്ചത്. അത് മാധ്യമങ്ങൾ എന്നുള്ള വ്യത്യസ്തത ഇല്ലാതെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരോടും നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും നിങ്ങൾ കൂടി ചേർന്നുള്ള സംഘാടനമാണ് ഈ പ്രോഗ്രാമിൽ ഉണ്ടാകേണ്ടത് എന്ന് ഒരു ചോദ്യം. തളർന്നു പോയ ഇടത്ത് നിന്ന് അശ്വമേധം പോലെ തിരികെ വന്നല്ലോ. ഈ തളർന്നു പോയവരോട് പറയാൻ എന്തെങ്കിലും ഉപദേശമുണ്ടോ? ഞാൻ തളർന്നുപോയ ഇടത്ത് നിന്ന് തിരിച്ചു വന്ന ഉദ്ദേശമെങ്കിൽ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ എന്റെ പണ്ടുണ്ടായിരുന്ന മദ്യപാനശീലം കൊണ്ടാണ് ഞാൻ തളർന്നു പോയത്. തുറന്ന പല വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് മാത്രം വന്ന തളർച്ചയാണ് അത് എന്ന് അതിൽ നിന്ന് മുക്തി നേടി വന്നത് തിരിച്ചു വന്നത്. അതൊരു രോഗമാണ്. അതൊരു ഭയങ്കര മദ്യപാനിയാണ്, ഭയങ്കര അഹങ്കാരമാണല്ലോ എന്നൊന്നും കരുതുന്നല്ല. മദ്യപാനം ഒരു രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ മരുന്നുകളൊക്കെ നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ നല്ല മരുന്ന് രാത്രി പതിൽ കൂടുതൽ മദ്യപിച്ച് ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നാൽ മതി. ചെന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയും കുഞ്ഞും ഉണ്ടെങ്കിൽ അവരുടെ അരികിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അരമണിക്കൂർ നേരം ഒന്ന് നോക്കി നിന്നാൽ മതി. മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടാൻ അതിനേക്കാൾ കൂടുതൽ മികച്ച മരുന്നുണ്ടെന്ന് കരുതുന്നില്ല. പിന്നെ സ്വാഭാവികമായി വിശ്വാസം അവനവനിലാകണം ഏറ്റവും ആദ്യം. അവനവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് അവരെ സ്നേഹിച്ചു തുടങ്ങാൻ കഴിയും. ഒരു മദ്യപാനി ഒരിക്കലും അവനവനെ സ്നേഹിക്കുന്നു. അവിടെ എപ്പോഴും ഒരു ആത്മീയത കടന്നു വന്നു. തളർച്ചയിലിടയിൽ അങ്ങനൊരു ഞാൻ എല്ലാ കാലത്തും എന്റെ 60 ശതമാനം മുതൽ എന്റെ ആത്മീയതയ്ക്ക് പക്ഷേ ഒരു മതത്തിന്റെ ചട്ടക്കൂടില്ല എന്നേ ഉള്ളൂ. അതായത് അറിവിലും ഏറി അടങ്ങിയിരുന്നവൻ തന്നെ ഇരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും. കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതരെ വീണ് വണങ്ങി യോധനയിടമെന്ന് ശ്രീനാരായണഗുരു എഴുതിയപ്പോ അദ്ദേഹം പറഞ്ഞത് അറിവിൽ ഏറെ അറിയുന്നതാണ് മിടുക്കുന്നതല്ല, വലിയ ബിസ് നടത്തുന്നതോ അശ്വം നടത്തുന്നതാണ് മിടുക്കെന്നല്ല എഴുതിയത്. അറിവിൽ ഏറി അറിയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടി അറിയാനുള്ള മനസ്സുണ്ടാക്കുക, അതാണ് അറിവ് എന്നല്ലേ. ആത്മീയതയില് മതമില്ലെന്നേ ഉള്ളൂ. ആത്മീയത എനിക്ക് എല്ലാ കാലത്തും ഉണ്ട്. അല്ലേ? ഓൾ ദി ബെസ്റ്റ്. നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം ആവുമ്പോ അത് പറയാതെ പോകുന്നതിനേക്കാൾ മര്യാദകേട് മറ്റൊന്നുമില്ല. അത് ഇതെങ്ങനെ ആരംഭിച്ചു എന്നുള്ളതും കൂടി ഒരു പറയണ്ടേ. ഞാൻ വളരെ ആകസ്മികമായി എന്റെ ഒരു സുഹൃത്തിനോടൊപ്പം ഒരു റെസ്റ്റോറന്റിൽ ഇങ്ങനെ അന്നത്തെ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ മനസ്സിൽ വിചാരിച്ച പേര് ഞാൻ കണ്ടുപിടിക്കും, പറഞ്ഞു പകരം അയാൾ ചായ വട ഇതൊക്കെയാണ് രീതി. അപ്പോ കൂട്ടത്തിൽ താടി വെച്ച ഒരാള് അവിടെ നിന്ന ഒരാൾ ചോദിച്ചു, ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചോദിച്ചു. ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ ചോദിച്ചു. പരിചയമില്ല. ഞാൻ പറഞ്ഞു സ്പോൺസർ ചെയ്യുമെങ്കിൽ പറയാം. അങ്ങനെ അതെനിക്ക് 26 വയസ്സാണ്. അപ്പോ അയാളന്ന് വിചാരിച്ചത് കുറിയിടത്ത് താത്രിയെയും മിഖായിൽ ഷൊളോക്കോവിനെയും കാമ്പിശ്ശേരി കരുണാകരനെയുമാണ് അയാൾ വിചാരിച്ചത്. അപ്പോ അതുകൊണ്ട് തന്നെ കാമ്പിശ്ശേരി കരുണാകരന്റെ ചെറുമകളുടെ ഭർത്താവാണല്ലോ പ്രമോദ്. അതൊരു ആക്സിഡന്റ് ആയി. അപ്പൊ അത് മൂന്നും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ കൊള്ളാലോടാന്നൊക്കെ പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് എന്തായിരുന്നു മന്ദയം വെച്ച് അതൊക്കെ വാങ്ങി തന്നിട്ട് അയാൾ പോയി, ഞാനും പോയി. ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് അന്ന് ജീവിതമല്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന കാലമാണ്, മറ്റു പല കാരണങ്ങളാണ്. ആ ഒരു ദിവസം കുടുംബ വീട്ടിൽ അച്ഛനോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു ഫോൺ വരിക. അച്ഛൻ നീ ആ ഫോൺ എടുക്കുക. ഞാൻ അന്ന് ആ വീട്ടിലല്ല താമസിക്കുന്നത്, അച്ഛൻ കാണാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തപ്പോ ഇത് കൈരളി TVയിൽ നിന്നാണ്, മിസ്റ്റർ പ്രദീപ് അല്ലേ, അപ്പൊ ഒന്ന് ഇങ്ങോട്ട് വരണം, ചെയർമാൻ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞ ഫോൺ വെച്ചു. അച്ഛൻ ചോദിച്ചു ആരെ? ഞാൻ പറഞ്ഞത് നമ്മുടെ ജോബിയോ മോനിലാൽ മെച്ചുപോയി മോനിലാലുണ്ടല്ലോ, ഞങ്ങൾ ഒരുമിച്ച് യൂണിവേഴ്സിറ്റി കലാപരത്തിലുള്ള സംഘടന ഉണ്ടായിരുന്നു, മിമിക്രി അവതരിപ്പിക്കാൻ സ്റ്റേജുകൾക്കുള്ള കാലമാണ്. മോനിയോ അവർ പറ്റിക്കാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞു.
അപ്പൊ അച്ഛൻ മരിച്ചു പോയി. അച്ഛൻ പറഞ്ഞു അതല്ല നീ എന്തായാലും ഒന്ന് പോയി നോക്കുന്നു പറഞ്ഞു. അപ്പൊ എന്റെ പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ 50 രൂപ ടാക്സി അപ്പോഴേക്ക് അത് മതി 50 രൂപ വന്നിട്ട് ഞാൻ ഈ കൈരളിയുടെ റിസപ്ഷനിലേക്ക് ചെന്നപ്പോ വയനാട് കഴിയായ സുമാ എന്ന് പറയുന്ന പെൺകുട്ടിയെ വന്നിട്ടില്ലേ വിലാസം കൊട്ടാരത്തിലാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ചോദിച്ചു അവർക്ക് ഞാൻ പോയത് ഞാൻ GS പ്രദീപ് നിങ്ങളുടെ പേര് പറഞ്ഞൊരുത്തരെ പറ്റിക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നത്. അപ്പൊ എന്റെ പേര് GS പ്രദീപ് എന്നാണ്. അപ്പൊ ആ കുട്ടി എഴുതിയിട്ട് മോളിലുണ്ട് ചെയർമാനൊക്കെ അവിടെ കാത്തിക്കൊണ്ടു. ആ നിമിഷത്തിൽ നിന്ന് ഞെട്ടി. ഞാൻ വിളിച്ചപ്പോ ആദ്യമായ ശ്രീ മമ്മൂട്ടി നേരിട്ട് എന്നൊരു ചന്ദന കളർ പൈജാമയൊക്കെ ധരിച്ചിരിക്കുന്ന സുന്ദരനാണ്. 25 വർഷം മുമ്പ് അദ്ദേഹം അത്രമേൽ ചെറുപ്പവുമാണ്. ഇന്ന് ചെറുപ്പമാണ്. പ്രായം കൂടുതലും ചെറുപ്പം കൂടുന്നവരൊക്കെ TV ഉള്ളൂ എന്ന് കിസിന് ചോദിച്ചാൽ ശ്രീ മമ്മൂട്ടി എന്നാണല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് കയറി ചെന്നോ മുരളിച്ചേട്ടനുണ്ട്, സിദ്ധാർത്ഥ മേനോൻ, ഒരുപാട് ആളുകളുണ്ട്, PT കുഞ്ഞു അതൊക്കെ. അപ്പൊ ശ്രീ മുരളിച്ചേട്ടന് മാത്രമേ അതിന് മുമ്പുള്ള യൂണിവേഴ്സിറ്റി വളർത്തിനെ ബന്ധമുള്ളൂ. മുരളിച്ചേട്ടൻ അവാർഡ് അഗ്രി എന്ന് പറയുന്നത് തൊള്ളൊക്കെ തട്ടിയപ്പോൾ അഭിനയത്തൊക്കെ പറയുമ്പോൾ മമ്മൂട്ടി പറയും നിങ്ങൾ ഈ മനസ്സിൽ ആളിനെ വിചാരിച്ചാൽ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ശരിയാണോ അറിയണമല്ലോ. ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെയല്ല, ഒരാളിനെ വിചാരിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കടലാസിലെ പേര് എഴുതിയ വരച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു മദർ തെരേസയെ പോലുള്ള പ്രശസ്തരെയൊക്കെ വിചാരിച്ചാലും തനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ആ നിമിഷത്തിൽ പെട്ടെന്ന് ഈ ആത്മീയതാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉത്തരവാണി പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ പിന്നെ ചോദിക്കേണ്ടത് ഏഷ്യനാണോ പുരുഷനാണോ ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്താണല്ലോ കണ്ടുപിടിക്കാൻ പറ്റുക. പക്ഷെ ആ നിമിഷത്തിൽ എന്തോ എന്റെ മനസ്സിലൊരു വെളിച്ചം പോലെ തോന്നി. അപ്പോ അതൊക്കെ ആയിരിക്കാം ഈ ആത്മീയത. ഞാൻ ചിന്തിച്ചത് ആ ഒരു ചിന്തയാണ് ആത്മീയത. അതാണ് എന്റെ ആത്മീയത. ആ ചിന്ത അദ്ദേഹം അങ്ങനെ ചോദിച്ചത് എന്നെ ഒന്ന് പറ്റിക്കാൻ രസത്തിന് ചോദിച്ചതില്ലേ. ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അദ്ദേഹത്തിനോട് ചോദിച്ചു അന്ന് വിചാരിച്ചത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സ്യലായത് മോണിക്ക ലെവിൻസ്കിയുടെ പേരാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം എഴുതിയിട്ട് വന്നിട്ട് എനിക്ക് കൈ തന്നിട്ട് അന്ന് സുന്ദരൻ സാറിനോട് സുന്ദരൻ സാറിനോട് അദ്ദേഹം പറഞ്ഞു അപ്പൊ സുന്ദര എഗ്രിമെന്റ് ഒപ്പിടും പ്രദീപിന്റെ പ്രോഗ്രാം തുടങ്ങാം എന്ന് പറയുകയായിരുന്നു അശ്വമേധ മഹർഷി. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്നുവരെ അശ്വമേധത്തിന്റെ വഴികളിലും മറ്റുമൊക്കെ എല്ലാ കാലത്തും കൃത്യമായ പ്രദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തിരികെയും ജീവിതത്തിലെ പല കാര്യങ്ങളിലും ശാസ്ത്രീയമൊക്കെ ചെയ്ത ഇതിന്റെ ആരംഭകൻ എന്ന് പറയാവുന്ന ശ്രീ മമ്മൂട്ടിയോടുള്ള കടപ്പാടാണ് ഈ 25-ാം വർഷത്തിന്റെ പത്രസമ്മേളനത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനമായി കൂടി രേഖപ്പെടുത്താനുള്ളത്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.